പിന്നീട് ഹിന്ദു മണ്ഡലം 42 ഉണ്ടാക്കി. പക്ഷേ അന്ന് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണാനും സമുദായത്തെ സമുദായമായി കാണാനുമുള്ള വിവേകവും ബുദ്ധിയും അതിനുള്ള ആർജവും അന്നത്തെ രാഷ്ട്രീയ നേതാക്കൾക്കുണ്ടായിരുന്നു. കാരണം അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, സംസ്കാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസവും സംസ്കാരവും ഇല്ലാത്ത ഒരാളെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിനൊന്നും തിരിച്ചറിയാൻ കഴിവില്ല. എനിക്ക് ഒരു കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടെന്ന് PK ഗോപൻ പറഞ്ഞ ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. കാരണം കുമാരനാശാനെയും വെള്ളാപ്പള്ളി നടേശനെയും താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ആ കുമാരനാശാനെയും വെള്ളാപ്പള്ളി നടേശനെയും താരതമ്യം ചെയ്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കുമാരനാശാൻക്ക് ആൾക്ക് കേമനാണെന്നുള്ള നിലയിൽ കൂടെ സംസാരിച്ചു. അതെപ്പോഴാണ് സംസാരിച്ച്? മലപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ വിദ്വേഷപ്രസംഗം, അതിഭീകരമായ വിദ്വേഷപ്രസംഗം നടത്തിയതിന് ശേഷം അങ്ങ് ചേർത്തലയിൽ വന്ന് കെട്ടിപ്പിടിച്ച് ഷാള് വിട്ടിട്ടാണ് ചെയ്തത്. ആ ഷാളിട്ട് തെറ്റാണെന്നാണ് പറഞ്ഞത്. വിദ്വേഷപ്രസംഗം, മതവിദ്വേഷവും വർഗീയ വിദ്വേഷവും നടത്തി പ്രചരണം നടത്തി അത് കേരളത്തിൻ്റെ സാധാരണക്കാരുടെ മനസ്സുകളിലേക്ക് അത് ആഴത്തിൽ പതിഞ്ഞാൽ കേരളത്തിലുണ്ടാകുന്ന അപകടം എന്താണെന്ന് തിരിച്ചറിയുന്ന സമൂഹം അതിനെ എതിർത്തു. അത് ഞങ്ങളൊക്കെ എതിർത്തവരാണ്. പക്ഷേ അതിനെ ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതിനെ വളരെ നിസ്സാരമായി കാണുകയും അത് ശരിയാണെന്ന നിലയിൽ കൂടെ അഡ്രസ്സ് ചെയ്തതാണ് കേരളത്തിൽ ഇത്രയും അപകടത്തിലേക്ക് പോയത്. നേരത്തെ സംസാരിച്ചതിനൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ SNDP NSS ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് അത് സർക്കാർ സ്പോൺസേഡ് തന്നെയായിരുന്നു. കേരള സർക്കാർ സ്പോൺസേഡ്, സർക്കാർ എന്ന് പറയാൻ പറ്റത്തില്ല, സർക്കാരിലെ 1-2 പേരുള്ള സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. പക്ഷേ ആ പരിപാടി പൊളിയാൻ കാരണം അപ്പോൾ മറ്റ് രാഷ്ട്രീയക്കാർ അതിനകത്ത് ഇടപെട്ടു. ആ ഇടപെട്ടപ്പോൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന മറ്റ് രഹസ്യങ്ങളൊക്കെ പുറത്തു വന്നു. ഈ സർക്കാരിൻ്റെ ചില സർക്കാരിൻ്റെ ചില മന്ത്രിമാർ, പ്രധാനമായും ശ്രീ വാസവൻ, അദ്ദേഹമാണ് വെള്ളാപ്പള്ളി നടേശനെ എന്നും എക്കാലവും സംരക്ഷിച്ചിട്ട് പോകുന്നുള്ളത്. ഞാൻ ആ അതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് പൊതു സമൂഹത്തിൽ ഞങ്ങൾ പിന്നീട് ആവശ്യം വന്ന ചർച്ചയ്ക്ക് വെക്കാം. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന് വേണ്ടി എല്ലാ വിടുപടിയും ചെയ്യുന്ന കേരള രാഷ്ട്രീയത്തിലെ 2 മന്ത്രിമാരെന്ന് പറയുന്നത് വാസവനും സജി ചെറിയാനും മാത്രമാണ്. ആ 2 പേരും കൂടിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. അവർ 2 പേരുടെയും പിന്തുണയും പ്രോത്സാഹനമാണ്. കാരണം ഈ സജി ചെറിയാൻ്റെ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ അതേ നാവാണ് സജി ചെറിയാൻ്റെ നാവിൽ നിന്നും വന്നത്. ഇതിൻ്റെ അപകടം എന്താണ്? ഒരു പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരായിരിക്കുന്ന മന്ത്രിമാരായിരിക്കുന്ന ആളുകളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു 7ാം കിടക്കാരൻ, ഒരു 4ാം കിടക്കാരൻ. SNDP യോഗത്തിൽ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന പദവി ഇപ്പം ഇല്ലെന്നേ. SNDP യോഗത്തിൻ്റെ ഒരു ഭാരവാഹിയില്ല. 2015 തിരഞ്ഞെടുക്കപ്പെട്ട SNDP യോഗത്തിൻ്റെ ബൈല പ്രകാരം 2020 കാലാവധി അവസാനിച്ചു. 2020 കാലാവധി അവസാനിച്ചതിന് ശേഷം അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് നടത്താഞ്ഞത്? എല്ലാവർക്കും വോട്ടവകാശം എന്ന് പറയുന്ന ഒരു കാര്യം ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് കിട്ടി. എല്ലാവർക്കും വോട്ടവകാശം എന്ന് പറയുന്ന ആ സമ്പ്രദായം ഈ SNDP യോഗത്തിൽ പ്രാവർത്തികമാകുമ്പോൾ വെള്ളാപ്പള്ളി നടേശന് ഒരു വോട്ടും കിട്ടില്ല, 5% വോട്ട് കിട്ടില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തിയില്ല. അത് കമ്പനി നിയമപ്രകാരമുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും ചെയ്തപ്പോൾ ഞങ്ങൾ IG രജിസ്ട്രേഷനെ സമീപിച്ചു. IG രജിസ്ട്രേഷൻ്റെ മുമ്പിൽ അന്ന് വാസവൻ എന്ന് പറയുന്ന മന്ത്രിയാണ് അദ്ദേഹത്തിന് വേണ്ടി എല്ലാ പ്രൊട്ടക്ഷനും ചെയ്തത്.